ഒരു കാര്യം ചെയ്യാം. ഹരിയാനയിലെ നമ്മുടെ നിതിൻ അംബുജൻ, പ്ലീസ് കണക്ട് മീ ടു നിതിൻ അംബുജൻ. നിതിൻ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പറയൂ. എല്ലാം പിഴച്ചിരിക്കുകയാണ്. എന്തായാലും BJP ഇപ്പോൾ 50 സീറ്റുകൾ നേടിക്കൊണ്ട് മുന്നിലുണ്ട്. വൈകാതെ ഇപ്പോൾ എന്തായാലും JP നദ്ദ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുമായി സംസാരിച്ചു, ആശംസകൾ അറിയിച്ചു. എന്തായാലും BJP ക്യാമ്പുകളെല്ലാം വിജയിച്ചു എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതേസമയം തന്നെ മത്സരം അവസാനിച്ചിട്ടില്ല എന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് കോൺഗ്രസും ഉള്ളത്. കോൺഗ്രസ് ക്യാമ്പുകളിലെ സാഹചര്യം ഇപ്പോൾ ഇങ്ങനെയാണ്. പ്രവർത്തകരും നേതാക്കളുമെല്ലാം ഇവിടെയുണ്ട്. ആവേശങ്ങളില്ല. നേരത്തെ നമുക്കറിയാം 9 കൂടി തന്നെ ചിത്രം മാറി മാറിയിരുന്നു. ഒരു വമ്പൻ ട്വിസ്റ്റാണ് ഹരിയാനയിൽ സംഭവിച്ചത്. അത്രയേറെ ഒരു പ്രതീക്ഷ വെച്ച സംസ്ഥാനത്താണ് കോൺഗ്രസ് ഈ നിലയിലേക്ക് തകർന്നടിഞ്ഞത്. കാരണം BJPക്ക് 2014-ലും 2019-ലും ഉണ്ടായ സീറ്റിനേക്കാൾ വർധനവ് ഇക്കുറി ഉണ്ടായി എന്നത് ഏറെ അമ്പരിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ BJP ദേശീയ നേതൃത്വത്തെ പോലും ഈ ഒരു ഫലം അമ്പരിപ്പിച്ചു എന്ന് പറയാം. കാരണം നരേന്ദ്രമോദി കേവലം 4 റാലികളിൽ മാത്രം പങ്കെടുത്ത ഒരു സംസ്ഥാനമാണ്. മാത്രമല്ല ഗുസ്തി താരങ്ങളുടെ സമരം, കർഷക സമരം, അങ്ങനെ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തവണ BJP ഇങ്ങനൊരു പരീക്ഷണം നടത്തിക്കൊണ്ട് വിജയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ മനോഹർലാൽ ഖട്ടറിനെ മാറ്റി പിന്നീട് നയാബ് സിംഗ് സൈനിയെ പരീക്ഷിച്ചത്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-ൽ 10 സീറ്റ് നേടുന്ന BJPക്ക് ഇക്കുറി 5 സീറ്റിലേക്ക് ഒതുങ്ങേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു അനുകൂല തരംഗം ഇക്കുറി ഉണ്ടായിട്ടും കോൺഗ്രസിന് എവിടെ പിഴച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും അത് വ്യക്തമായിട്ടില്ല. എന്തായാലും അത്തരം ചർച്ചകളൊക്കെ എന്തായാലും കോൺഗ്രസ് കടന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അന്തിമ ഫലമായിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഇനി കേവലം 1-2 അല്ലെങ്കിൽ ഒരു കൂടിപ്പോയാൽ ഒരു 3 സീറ്റുകളെങ്കിലും മാറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴും BJPക്ക് ഒരു വിജയം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടെല്ലാം തന്നെ പറയേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പല മണ്ഡലങ്ങളും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം അത് വേണ്ട എന്ന് വെച്ചത് പല മണ്ഡലങ്ങളും തിരിച്ചടിയായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ നിലയിലുള്ള ഒരു ഭൂരിപക്ഷം BJPയും കോൺഗ്രസ് തമ്മിലുള്ള അന്തരവ് ആ നിലയിൽ മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ. എന്തായാലും വലിയ ഒരു തിരിച്ചടി എന്ന് തന്നെ കോൺഗ്രസ് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. നിലവിലിപ്പോൾ നേതാക്കളെല്ലാം ചണ്ഡീഗഡ് കേന്ദ്രീകരിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് എന്തായാലും BJP കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ BJP ദേശീയ നേതൃത്വമെല്ലാം തന്നെ അത്തരം ചർച്ചകളിൽ കടന്നിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് ക്യാമ്പുകളെല്ലാം നിരാശയാണ്. ഈ നിലയിൽ ആഘോഷങ്ങളെല്ലാം തന്നെ രാവിലെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ക്യാമ്പിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. നമുക്കറിയാം 9 കൂടി തന്നെയാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ചത്. 60-ൽ നിന്നും കോൺഗ്രസ് പിന്നീട് 30-ലേക്ക് കൂപ്പുകുത്തുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ 40 എന്ന നിലയിലേക്ക് പോയെങ്കിൽ പോലും പിന്നീടൊന്നും BJPക്ക് ഒരു ഭീഷണി പോലും ഉയർത്താൻ പറ്റാത്ത നിലയിൽ തന്നെ കോൺഗ്രസ് അവിടെ തകരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, JJP ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും ഇത്തവണ വലിയ തിരിച്ചടി നേരിട്ടു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. എന്തായാലും നയാബ് സിംഗ് സൈനിയുടെ തന്ത്രം വിജയിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, കർഷക സമരവും ഗുസ്തി സമരവും എല്ലാം തന്നെ അലയടിച്ച് ഹരിയാനയുടെ മണ്ണിൽ എങ്ങനെ BJPക്ക് കൂടുതൽ വേരുറപ്പിക്കാൻ സാധിച്ചു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിനെല്ലാം തന്നെ ഉത്തരം ഒരുപക്ഷേ വൈകാതെ തന്നെ BJP നേതൃത്വമെല്ലാം തന്നെ വ്യക്തമാക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് എവിടെ പിഴച്ചു എന്ന ചോദ്യത്തിനും കോൺഗ്രസ് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. SKL നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഹരിയാനയിൽ നിന്ന്. ഹരിയാനയിൽ ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ വിജയ്. 51-50 അങ്ങനെയാണ് ലേക്ക് വന്നു. വേറെ വ്യത്യാസമൊന്നുമില്ല. ഹരിയാനയിൽ BJP അധികാരത്തിലേക്ക് പറയാൻ പറ്റുമോ? ഏറെക്കുറെ പറയാം. ഇനിയിപ്പോ ഇത് മൊത്തം അട്ടിമറിക്കപ്പെടുമോ എന്നൊക്കെ വലിയ പാടാണ്. എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഈ കണക്ക് മുഴുവൻ മാറി ഒക്കെ വരുമെന്ന് കോൺഗ്രസിന്റെ പ്രതീക്ഷ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാം. എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ BJP ഹാട്രിക് വിജയത്തിലേക്കാണ് എന്ന് ഉറപ്പിച്ച് പറയാം. കോൺഗ്രസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട്, ഒരുപക്ഷെ BJP ക്യാമ്പുകളെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവർ ഹാട്രിക്കിലേക്ക് എത്തുന്നു. അവരുടെ വിജയം ആധികാരികമാണെന്ന് പറയാനുള്ള ജാട്ട് മേഖല, ഈ പറഞ്ഞ ഒരു മേഖലയിലെ പ്രശ്നങ്ങൾ അവരെ കാര്യമായി ബാധിക്കുന്നില്ല. 90-ൽ 50 കുറേ അധികം സമയമായി അവർ കൃത്യമായി ലീഡ് നിലനിർത്തുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ഈ പറഞ്ഞ വോട്ടെണ്ണ എന്ന വഴിയിൽ എത്രത്തോളം ഡേറ്റ പുറത്തേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഇതിനപ്പുറം ഇതിനെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള വേറൊരു ഡേറ്റ വരണമെങ്കിൽ അത് ഓർത്തോക്കണം. ആദ്യ മണിക്കൂറുകളിൽ സമഗ്രാധിപത്യത്തിൽ നിന്നാണ് കോൺഗ്രസ്. 2ാം മണിക്കൂറിലേക്ക് എത്തുമ്പോഴേക്കും ആ ലീഡ് നേരെ കീഴ്മേൽ മറിഞ്ഞ മട്ടിൽ മറിഞ്ഞതാണത്. അത് അങ്ങനെ മറിയണം. അങ്ങനെ ഈ സമയമൊക്കെ മറിയാൻ ചാൻസ് ഇല്ല. ദിവ്യ പോലെ നമ്മൾ ഒരുപാട് പേരുടെ അന്നം മുട്ടിച്ചെന്നാവുന്നത്. അറിയോ, പല ആൾക്കാരും നമ്മളിങ്ങനെ നിൽക്കുന്ന കാരണം ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല. വെരി സാഡ്. ഓക്കെ, ഇതിലെ ഒരു രസമുള്ള സംഗതി, ഹരിയാനയില് കോൺഗ്രസിൽ ആകെപ്പാടെ ശോകമൂകത ഉണ്ട്, തളം കെട്ടി നിൽക്കുകയാണ്. അപ്പൊ അതിനിടയിലും കുമാരി ഷെൽജ
മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കുമാരി ശൈലജ പറയുന്നത് ഈ റിസൾട്ട് മാറും, നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആണ്, കോൺഗ്രസ് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു കാര്യം കൂടി പറയുന്നുണ്ട്, കോൺഗ്രസ് നേതൃത്വം ആത്മപരിശോധന നടത്തണമെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.